നമ്മുടെ മുഗൾ എംപയറിൻ്റെ സ്ഥാപകനായ ബാബർ, അതായത് സഹ്റുദ്ദീൻ മുഹമ്മദ് ബാബറുടെ പേരിലുള്ള ഇക്കോ പാർക്കാണ് കേട്ടോ ഇന്ന് നാം കാണിക്കുന്നത്. മറ്റു പാർക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ സ്പോർട്സ് ആക്ടിവിറ്റീസിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 12 ഹെക്ടറിൽ പരന്ന് കിടക്കുന്ന ഈ ഒരു പാർക്കിൽ റണ്ണിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെ സെപ്പറേറ്റ് വഴികളുണ്ട്. അതുപോലെ തന്നെ ടെന്നീസ് കോർട്ടുകൾ, അതുപോലെ മിനി ഫുട്ബോൾ, ബാഡ്മിൻ്റൺ ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടുകളും അവൈലബിൾ ആണ് കേട്ടോ. വർക്കൗട്ടിന് വേണ്ടി ട്രെയിനിങ് സിമുലേറ്റേഴ്സും യോഗയ്ക്ക് വേണ്ടിയും സെപ്പറേറ്റ് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം എനിക്കതൊന്നും കാണേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ടുണ്ടല്ലോ, ഇവിടുത്തെ ചെറി ബ്ലോസമിൻ്റെ ഒരു സ്വർഗമായിരുന്നു ഈ സ്ഥലം. പിങ്ക് നിറത്തിൽ, യെല്ലോ നിറത്തിൽ, അത് വൈറ്റ് കളറിലെല്ലാം നല്ല മനോഹരമായ പൂക്കൾ കാണുമ്പോൾ തന്നെ കണ്ണിനൊരു വളരെയധികം കുളിർമ തോന്നിയിരുന്നു. ഇവിടെ സൈക്ലിംഗ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ബ്ലൂ കളർ പാത്ത് വേയും പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ പാത്ത് വേ എന്ന് പറയുന്നത് ജോഗിങ്ങിനോ റണ്ണിങ്ങിനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അല്ലാണ്ട് നോർമൽ പീപ്പിളിന് നടക്കാനായിട്ട് വേറെ വഴിയുണ്ട് കേട്ടോ. ഇക്കോ പാർക്ക് ഉസ്ബെക്കിസ്ഥാനിലെ ഏത് സ്ഥലങ്ങളെ പോലെയും ഓരോ സീസണിലും ഓരോ രീതിയിലാണ് ഭംഗി കാണിക്കുക. ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ഫുൾ ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇപ്പോൾ അതൊരു സ്പ്രിംഗ് അല്ലാണ്ട് ഓട്ടം സീസൺ ആണെങ്കിൽ അതിലും വേറെ ലെവൽ ഭംഗിയായിരിക്കും. ഇവിടെ കുഞ്ഞു കുട്ടികൾക്കുള്ള പാർക്കും ഉണ്ട്, അല്ലാണ്ട് കുറച്ച് വലിയ കുട്ടികൾക്കുള്ള പാർക്കും ഉണ്ട്. ഒക്കത്തിന് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് കയറേണ്ടത്. പാർക്ക് ഫ്രീ എൻട്രി ആണെങ്കിലും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാർക്കുകളൊക്കെ വുഡൻ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി ഇല്ല എന്നല്ല, പക്ഷേ എങ്കിലും പ്ലാസ്റ്റിക് ഫ്രീ സോൺ പോലെ തന്നെയാണ് ഉള്ളത് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റായി. കാരണം കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടും കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് കളിക്കാനുള്ള ഒരു റൈഡ്സ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ടാഷ്കണ്ടിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഉസ്ബെക്കിസ്ഥാനിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്കോ പാർക്ക് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നല്ല ഫ്രഷ് എയർ അനുഭവിക്കുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക, മനസ്സിന് കുളിർമയേകുന്ന നല്ല നല്ല കാഴ്ചകൾ കാണാം. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ. വിൻ്ററിൽ ഇത്രയധികം തിരക്കൊന്നും പാർക്കുകളിൽ ഉണ്ടാവാറില്ല, കാരണം ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ ചാൻസ് ഉണ്ട്. ടാഷ്കണ്ടിൽ വരുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണം, ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്, ഇക്കോ പാർക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ